തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലെ തെരുവുനായ ശല്യത്തിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം. താലൂക്ക് ഓഫീസിലെയും സിവിൽ സ്റ്റേഷനിലെയും ജീവനക്കാരാണ് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു ജീവനക്കാരന് നായയുടെ കടിയേറ്റ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം താലൂക്ക് ഓഫീസിലെ കൊല്ലം സ്വദേശിയായ ജോഷി ഫെറിയ എന്ന ജീവനക്കാരനെ നായയുടെ കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിനു മുമ്പും ജീവനക്കാർക്ക് നേരെയും ജനങ്ങൾക്ക് നേരെയും നായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാത്രികാലങ്ങളിലും ജോലി ചെയ്യേണ്ടി വരുന്നതിനാൽ തെരുവു നായകൾ തങ്ങൾക്ക് ഭീഷണിയായി മാറുന്നുണ്ടെന്ന് ജീവനക്കാർ വ്യക്തമാക്കുന്നു. ഒരു സ്വകാര്യ വ്യക്തിയാണ് താലൂക്ക് കോമ്പൗണ്ടിലെ തെരുവു നായകൾക്ക് ദിനവും ഭക്ഷണം കൊടുത്ത് വളർത്തുന്നതെന്നും ജീവനക്കാർ പരാതിപ്പെട്ടു. പരാതി പറയുന്നവർക്കു നേരെ ഇയാൾ ഭീഷണി ഉയർത്താറുണ്ടെന്നും ജീവനക്കാർ വ്യക്തമാക്കി. സംഭവത്തിൽ RDOക്കും തഹസിൽദാറിനും ജീവനക്കാർ മാസ് പെറ്റീഷൻ നൽകിയിട്ടുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണുവാൻ RDO അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് തഹസിൽദാർ മോഹനൻ നൂഞ്ഞാടനും പറഞ്ഞു. താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലെ ഈ നായശല്യം കുറച്ചു കാലമായി തുടങ്ങിയിട്ട്, അപ്പോൾ ഇതിനാവശ്യമായ നടപടി, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ജീവനക്കാരന് കടിയേറ്റ സാഹചര്യത്തിൽ ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇന്നലെ തന്നെ ADM ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ RDOയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടാം എന്നാണ് ADMഉം RDOയും പറഞ്ഞിട്ടുള്ളത്. കൂടാതെ SPCA അധികൃതരെയും ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ എന്തായാലും നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാം. താലൂക്ക് ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്കു ചുറ്റും നിന്നാണ് ജീവനക്കാർ കൂട്ടത്തോടെ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത്. RD ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് PC സാബു, തളിപ്പറമ്പ് വില്ലേജ് ഓഫീസർ K അബ്ദുൾ റഹ്മാൻ, താലൂക്ക് ഓഫീസ് ക്ലർക്ക് C ഹാരിസ് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്.